നക്ഷത്രവേദിയുടെ ജ്യോതിഷ അറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് തമിഴ്നാട് മുഖ്യമന്ത്രിയും ഇളയ ദളപതിയുമായ വിജയുടെ ഗ്രഹനിലയിലെ ശുഭത്വം നോക്കാം. പൂയ നക്ഷത്രമാണ്. ശുക്രനും ചന്ദ്രനും ബുധനും സ്വക്ഷേത്രത്തിലാണ്. ചൊവ്വയും സർപ്പനും നീചത്തിലാണെങ്കിലും ശുഭബന്ധം വന്നതുകൊണ്ട് നീചഭംഗം സംഭവിച്ചിട്ടുണ്ട്. വ്യാഴം കുംഭരാശിയിലാണെങ്കിലും പാവാല് മീനത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ദശാകാലം നോക്കാം. 17 വയസ്സ് വരെ ശനി ദശാകാലമാണ്. ശനി മിഥുനത്തിലാണ് നിൽക്കുന്നത്. അതിനുശേഷം 34 വയസ്സ് വരെ ബുധദശാകാലമാണ്. ബുധൻ വക്രത്തിലാണ്. ഏത് ഗ്രഹവും വക്രത്തിലായിരിക്കുമ്പോൾ ഫലം കൂടുതലായിരിക്കും കിട്ടുന്നത്, ഇരട്ടി ഫലമായിരിക്കും ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ 34 വയസ്സ് വരെ നല്ല സമയമായിരിക്കും. അതിനുശേഷം വരുന്നത് കേതു ദശയാണ്. കേതു ശുക്രൻ്റെ കൂടെ യോഗം ചെയ്ത് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ശുക്രൻ്റെ ഫലമായിരിക്കും തരുന്നത്. സ്വക്ഷേത്രത്തിലാണ് ശുക്രൻ നിൽക്കുന്നത്. 41 വയസ്സ് വരെ കേതുദശ. അതിനുശേഷം ശുക്രദശയാണ്. 61 വയസ്സ് വരെ ശുക്രദശ. ഇപ്പം ശുക്രൻ്റെയും ഗുരുവിൻ്റെയൊക്കെ സ്ഥാനം നല്ലതായതുകൊണ്ട് തന്നെ നല്ല ഫലമായിരിക്കും കിട്ടുന്നത്. സർപ്പൻ്റെ ദൃഷ്ടി വരുന്നുണ്ട് ശുക്രനിൽ. അതുകൊണ്ട് തന്നെ ശുക്രദശയിൽ പാപബന്ധം വന്നാൽ കുടുംബപരമായിട്ട് ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. ശുക്രദശ കഴിഞ്ഞാൽ ദേവിദശയാണ്. ശനിയോട് ചേർന്ന് നിൽക്കുന്ന ദേവി ആയതുകൊണ്ട് അച്ഛന് ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കും. അത് കഴിഞ്ഞിട്ട് ചന്ദ്രദശ. കർക്കിടകത്തിലെ ചന്ദ്രൻ സ്വക്ഷേത്ര ബലവാനാണ്. പക്ഷേ കർത്തവാവിനോട് അടുത്ത ചന്ദ്രനായതുകൊണ്ട് പക്ഷബലം കുറഞ്ഞ ചന്ദ്രനാണ്. അതുകൊണ്ട് മാനസികമായി ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. 77 വയസ്സ് വരെ ചന്ദ്രദശ. അത് കഴിഞ്ഞ് ചൊവ്വാദശ. ചന്ദ്രനും ചൊവ്വയും കൂടി ചേർന്നിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ശശമംഗള യോഗം എന്ന് പറയുന്ന ഒരു യോഗവും ആണ്.